അദ്ദർസു സാലിഫ് വസിയത്തു മിനൽ വദൂദ്. വദൂദിൽ നിന്നുള്ള ഉപദേശം. വദൂദ് അള്ളാഹുവിൻ്റെ പേരാണ്. സൃഷ്ടികളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവൻ എന്നാണ് വദൂദിൻ്റെ അർത്ഥം. തഹയൽ, നീ സങ്കല്പിച്ചു നോക്കൂ. മാതാ സയഹദുസ്, എന്ത് സംഭവിക്കും. ഫിൽ മുബാറയാത്തി, മത്സരങ്ങളിൽ. ഇദാ ലം യകുൻ ഹുനാക ഹകമൻ, റഫറി ഇല്ല എങ്കിൽ. മത്സരത്തിൽ റഫറി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? മത്സരം അലങ്കോലമാകും. അതേപോലെ മാ ദൗറുൽ മആലിമി വൽ മനാറാത്തി വൽ ഇർഷാദാത്തി ഫിൽ ഹയാത്തി, ജീവിതത്തിൽ വിളക്കുമാടങ്ങളുടെയും വഴികാട്ടികളുടെയും അടയാളങ്ങളുടെയും ലാൻഡ്മാർക്കുകളുടെയും ഒക്കെ റോൾ എന്താണ്? ഇവയൊക്കെ നമുക്ക് സഹായകമാണ് അല്ലേ? നമ്മുടെ സഞ്ചാരത്തിൽ, യാത്രകളിൽ നമുക്ക് സഹായകമാകുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. അതേപോലെ ലാ യഹ്ലു മജാലുമിൻ മജാലാത്തി ഹയാത്തിന, നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലയും ഒഴിയുന്നില്ല. ഇല്ല വഫീഹ ഖവാഇദ് വല്ലവാബിത്ത്, അവയിലെല്ലാം നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടല്ലാതെ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയമങ്ങളുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഇനി ഇവിടെ 2 ആയത്തുകൾ കൊടുത്തിരിക്കുന്നു. സൂറത്തുൽ അൻആമിലെ 150, 51, 52 ആയത്തുകളാണ്. നഹലല്ല, അൻആമാണ്. കുൽ തആലോ, കുൽ അള്ളാഹു പ്രവാചകനോട് പറയുകയാണ്. കുൽ, പ്രവാചകരെ പറയുക. തആലോ, പ്രവാചകനോട്, ആളുകളോട് പറയാൻ വേണ്ടി പറയുകയാണ്. തആലോ, നിങ്ങൾ വരൂ. അത്ലു മാ ഹറമ, അത്ലു ഞാൻ ഓതി കേൾപ്പിച്ചു തരാം. മാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ രക്ഷിതാവ് ഹറാമാക്കിയത് എന്തൊക്കെയാണെന്ന്. അലൈക്കും, നിങ്ങൾക്ക്, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയത്, ഹറാമാക്കിയത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിച്ചു തരാം. നിങ്ങൾ വരൂ. എന്തൊക്കെയാണവ? അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കൽ. അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, അതാണ് ഒരു കാര്യം, ഹറാമായ കാര്യം. അവൻ നമ്മുടെ മേൽ നിഷിദ്ധമാക്കിയ ഒരു കാര്യമാണത്. പിന്നെ അത് നിഷിദ്ധമാക്കിയ കാര്യം ഇനി ചെയ്യണം എന്ന് കൽപ്പിച്ച കാര്യമാണ്. വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതും. അതായത് മാതാപിതാക്കളോട് മോശമായതൊന്നും ചെയ്യരുത്, നന്മ മാത്രമേ ചെയ്യാവൂ. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ, ദാരിദ്ര്യം കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. വലാ തഖ്തുലു, നിങ്ങൾ കൊല്ലരുത്. ഔലാദക്കും, നിങ്ങളുടെ മക്കളെ, മിൻ ഇംലാഖ്, ദാരിദ്ര്യത്താൽ. ഇംലാഖ് ദാരിദ്ര്യം, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊന്നുകളയരുത് എന്ന്. നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും നാമാണ് ഭക്ഷണം നൽകുന്നത്. നഹ്നു നർസുഖു, നാം ഭക്ഷണം നൽകുന്നു. ക്കും, നിങ്ങൾക്കും, വ ഇയ്യാഹും, അവർക്കും, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. അതുകൊണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയക്കേണ്ടതില്ല. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് മക്കളെ കൊന്നുകളയരുത്. വലാ തഖ്റബുൽ ഫവാഹിഷ, മ്ലേച്ഛവൃത്തികളോട് നിങ്ങൾ അടുത്തു പോകരുത്. വലാ തഖ്റബു, നിങ്ങൾ അടുത്തു പോകരുത്. അൽ ഫവാഹിഷ, മ്ലേച്ഛ പ്രവർത്തനങ്ങളോട്, നീച പ്രവർത്തനങ്ങളോട്, മ്ലേച്ഛവൃത്തികളോട്, മോശമായ കാര്യങ്ങൾ. മാ ലഹറ മിൻഹ വ മാ ബത്തൻ, പരസ്യമായതും രഹസ്യമായതുമായ, പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ മോശമായ, മ്ലേച്ഛമായ, നീചമായ പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായമായിട്ടല്ലാതെ അള്ളാഹു ഹറാമാക്കിയ ഒരു ദേഹത്തെ കൊന്നുകളയാനും പാടില്ല. വലാ തഖ്തുലുൻ നഫ്സ, നിങ്ങൾ ഒരാളെ കൊല്ലരുത്. അല്ലത്തി ഹറമല്ലാഹു, അള്ളാഹു ഹറാമാക്കിയ, എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യന്റെ ശരീരവും കൊല്ലൽ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, അത് നിങ്ങൾ കൊല്ലരുത്. ഇല്ലാ ബിൽ ഹഖ്, ന്യായമായിട്ടല്ലാതെ. അതായത് ഒരു ഭരണാധികാരി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ന്യായമായി വധശിക്ഷ വിധിച്ച് വധിക്കുകയല്ലാതെ മറ്റൊരാൾക്കും ഒരാളെ കൊല്ലാനുള്ള അധികാരമില്ല. ദാലിക്കും വസ്സാക്കും ബിഹി, ഇതാണ് അല്ലാഹു നിങ്ങളെ വസിയത്ത് ചെയ്തിരിക്കുന്നത്, ഉപദേശിച്ചിരിക്കുന്നത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയേക്കാം. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയേക്കാം. ഇതൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വലാ തഖ്റബു മാലൽ യതീമി, നിങ്ങൾ യതീമിന്റെ ധനത്തോട് അടുത്തു പോകരുത്. വലാ തഖ്റബു, നിങ്ങൾ അടുത്തു പോകരുത്. മാലൽ യതീം, യതീം അനാഥന്റെ ധനത്തോട്. ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സനു, ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ. ഹത്താ യബ്ലുഗ അശുദ്ധഹു, അവന് കാര്യപ്രാപ്തി എത്തുന്നത് വരെ. അതായത് യതീമിന്റെ ധനത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞാൽ യതീമിന്റെ ധനം നമ്മൾ കൈകാര്യം ചെയ്യണം. യതീമായ കുട്ടി ചെറിയ കുട്ടിയാണ്, അപ്പൊ അവന് ധനം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവില്ല. ആ പ്രാപ്തി എത്തുന്നത് വരെ അവന്റെ ധനം നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മളുമായി ബന്ധമുള്ള
യത്തീമാണെങ്കിൽ. അങ്ങനെ അവന്റെ ധനം കൈകാര്യം ചെയ്യുമ്പോൾ അവന്റെ ആവശ്യത്തിനല്ലാതെ അതിൽ നിന്നും ഒരു പൈസ പോലും നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമ്മുടെ പോക്കറ്റിലേക്ക് എടുക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത്, യത്തീമിന്റെ ധനത്തോട് അടുത്തു പോകരുത്. അപ്പോൾ നിങ്ങൾ അവന്റെ ധനത്തോട് അടുക്കേണ്ടത് എങ്ങനെയാണ്? അവന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട്, ന്യായമായിട്ട് അവന്റെ പ്രായപൂർത്തി എത്തുന്നത് വരെ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ആ ധനം വിനിയോഗിക്കേണ്ടത്. അതിന് പ്രതിഫലമായി കൊണ്ടുപോലും അതിൽ നിന്നും ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. പിന്നെ നീതിയോടെ അളവും തൂക്കവും നിങ്ങൾ പൂർത്തിയാക്കി നൽകുക. നിങ്ങൾ പൂർത്തീകരിച്ച് നൽകുക. അൽ കൈല അളവ്. നിങ്ങൾ സാധനങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അളവ് കൃത്യമാക്കി ചെയ്യുക. വൽ മീസാൻ, അതേപോലെ തൂക്കവും, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല. ബിൽ ഖിസ്ത്, ഖിസ്ത് എന്ന് പറഞ്ഞാൽ നീതി, അളവിലും തൂക്കത്തിലും നീതിയോടെ പൂർണ്ണമായി നൽകുക. ലാ നുകല്ലിഫ് നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു ശരീരത്തെയും ഒരു മനസ്സിനെയും ഒരാളെയും അവന് സാധ്യമല്ലാത്ത ഭാരം അവനെ ഏൽപ്പിക്കുകയില്ല. ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അവന്റെ മേൽ ബാധ്യതപ്പെടുത്തുകയില്ല. അള്ളാഹു മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, മനുഷ്യർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമാണ്. ചെയ്യാൻ കഴിയാത്തതൊന്നും അള്ളാഹു ഒരു മനുഷ്യനെ കൊണ്ടും ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്, അത് ചെയ്യണം. വൈദാ കുൽത്തും, നിങ്ങൾ പറഞ്ഞാൽ ഫഅദ്ലു, നിങ്ങൾ നീതി പാലിക്കുക. പറഞ്ഞാൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം നിങ്ങൾ സാക്ഷി പറയുകയോ അല്ലെങ്കിൽ വിധി പ്രസ്താവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നീതി പാലിക്കണം. വലൗ കാനദാ ഖുർബ, നിങ്ങളോട് അടുത്ത ആളാണെങ്കിൽ പോലും, നിങ്ങളോട് അടുത്ത ഒരാളുടെ കേസിലാണ് നിങ്ങൾ സാക്ഷി പറയുകയോ മധ്യസ്ഥം പറയുകയോ വിധി പറയുകയോ ചെയ്യുന്നത് എങ്കിൽ പോലും അനീതി ഉണ്ടാകാൻ പാടില്ല. മറ്റേയാൾക്കെതിരെ അനീതി, നമ്മളോട് അടുത്തയാൾക്ക് അനുകൂലമായി മറ്റേയാൾക്കെതിരെ അനീതിയോടെ വിധി പറയാനോ സാക്ഷി പറയാനോ പാടില്ല. വബി അഹദില്ലാഹി ഔഫു, അള്ളാഹുവിന്റെ കരാർ നിങ്ങൾ പൂർത്തിയാക്കുക, നിറവേറ്റുക. ദാലിക്കും വസാക്കും ബിഹി, ഇതാണ് അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്തിരിക്കുന്നത്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായേക്കാം, നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കുന്നവരായേക്കാം, നിങ്ങൾ മനസ്സിലാക്കുക. യഖൂലുല്ലാഹ്, ഇനി അതിന്റെ വിശദീകരണമാണിത്. യഖൂലുല്ലാഹു തആല ലിന്നബീഹി, അള്ളാഹു തന്റെ പ്രവാചകനോട് പറയുന്നു, നബീഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ യാ മുഹമ്മദ്, ഖുൽ യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെ പറയുക, ലിഹഉലാഇൽ മുഅ്രിളീന, ഈ നിഷേധികളോട് പറയുക, അൻ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരായ ഈ ആൾക്കാരോട് പറയുക, വൽ മാഇലീന ഇലൽ ഔസാനി വൽ അസ്നാമി, ബിംബങ്ങളിലേക്കും പ്രതിമകളിലേക്കും ചായുന്ന തങ്ങളുടെ രക്ഷിതാവിൽ നിന്നും തിരിഞ്ഞു കളയുന്ന ഇവരോട് പറയുക. എന്ത് പറയുക? ഫഖാല റസൂലുള്ളാഹി തആല, അല്ലാഹു റസൂലുള്ളാഹി പറഞ്ഞു, എന്താണ് പറയേണ്ടത്? തആലോ, നിങ്ങൾ വരിക, അഖ്റഉ ലക്കും, ഞാൻ നിങ്ങൾക്ക് ഓതി തരാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു എന്താണ് ഹറാമാക്കിയത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫീമാ ഔഹാഹു ഇലയ്യ, അള്ളാഹു എന്നിൽ വഹി നൽകിയതിൽ നിന്നും, അള്ളാഹു എനിക്ക് വഹി നൽകിയതാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഹറാമാക്കിയത് എന്ന് നിങ്ങളോട് പറയാൻ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നഹു ലഹു വഹദഹു ഹഖ്ഖു തഹ്രീമി വത്തശ്രീ, ഹറാമാക്കുന്നതിൻ്റെയും ഹലാലാക്കുന്നതിൻ്റെയും ഒക്കെ അധികാരം, അവകാശം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. തഹരീം ഹറാമാക്കൽ, തശ്രീ ഷറ ഉണ്ടാക്കൽ, നിയമമുണ്ടാക്കൽ, കാര്യങ്ങൾ തീരുമാനിക്കലും ഹലാലാക്കലും ഹറാമാക്കലും ഒക്കെ ആരുടെ അധികാരത്തിൽപ്പെടുന്നതാണ്? അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെടുന്നതാണ്. അത് പ്രവാചകന്റെ പോലും അധികാരത്തിലുള്ളതല്ല. അള്ളാഹു ഹറാമാക്കിയ കാര്യം പ്രവാചകനെ അറിയിച്ച് പ്രവാചകൻ അത് മനുഷ്യരെ അറിയിക്കുന്നു, അത്രയേ ഉള്ളൂ. വലാ തുശ്രിക്കു ബിഹി ഷൈഅൻ, നിങ്ങൾ അവനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. മിൻ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒന്നിനെയും അവനോട് പങ്കു ചേർക്കരുത്. വലാ തഅദിലു ബിഹി അൽ ഔസാന വൽ അസ്നാമ, ബിംബങ്ങളെയും പ്രതിമകളെയും മറ്റും അവനോട് പങ്കു ചേർക്കരുത്. വലാ തഅബുദു ഷൈഅൻ സിവാഹു, അവനല്ലാതെ ഒന്നിനെയും നിങ്ങൾ ആരാധിക്കുകയും ചെയ്യരുത്. വഅഹ്സിനു ബിൽ വാലിദൈനി ഇഹ്സാനൻ താമൻ കാമിലൻ, മാതാപിതാക്കളോട് പൂർണ്ണമായ നന്മ മാതാപിതാക്കളോട് നിങ്ങൾ ചെയ്യണം. വലാ തുആമിലുഹുമ, അവരോട് നിങ്ങൾ പെരുമാറരുത്, ബി ഇസാഅത്തിൻ, മോശമായിട്ട്. വൈൻ സവറത്ത്, അത് എത്ര ചെറുതാണെങ്കിൽ പോലും, അതായത് ഒരു എന്ന വാക്ക് പോലും പറയരുത് എന്ന് നമ്മൾ പറയാറുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ? അത്രയും ചെറിയ മോശമായ കാര്യങ്ങൾ പോലും മാതാപിതാക്കളോട് ചെയ്യരുത്. ഇന്ന ഒക്കൂക്കൽ വാലിദൈനി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ, മിൻ അക്ബരിൽ കബാഇരി വ അഅളമിൽ ആസാമി, ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട കാര്യമാണ്.
വവസ്സാക്കും അള്ളാഹു നിങ്ങളെ ഉപദേശിച്ചിരിക്കുന്നു. അല്ലാ തഖ്തുലു ഔലാദക്കും നിങ്ങളുടെ കുട്ടികളെ കൊല്ലാതിരിക്കാൻ, മിൻ ഖശിയത്തിൽ ഫഖ്രി ദാരിദ്ര്യം ഭയന്നുകൊണ്ട്, അലാ അൻഫുസിക്കും നിങ്ങളുടെ മേലും, ബിനഫഖാത്തിക്കും ലി അജലിഹിം അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ മേലിലും അവരുടെ മേലിലും ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട്. അതായത് മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ പണം തീർന്നു പോകുമല്ലോ, അപ്പോൾ ദാരിദ്ര്യം വരും, ദരിദ്രനായി പോകും എന്ന ഭയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. വലൗ കാനൂ ഫി ഹാലത്തിൽ അജിന്നത്തി ഭ്രൂണാവസ്ഥയിലാണെങ്കിൽ പോലും, ഗർഭാവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾ കൊല്ലരുത്. ഗർഭത്തിലുള്ള കുട്ടികളെ കൊന്നുകളയരുത് എന്ന്, അബോർഷൻ നടത്തരുത് എന്ന്. ഫൈനല്ലാഹ ഹുവ റസാഖ് അള്ളാഹു താലയാണ് റസാഖ്, ഏറ്റവും കൂടുതൽ നൽകുന്നവൻ, വളരെയധികം നൽകുന്നവനാണ് അള്ളാഹു. വലാ തഖ്റബൂ മിനൽ അഖ്വാലി വൽ അഫ്ആലിൽ ഫളീഹത്തി മോശമായ, മ്ലേച്ഛമായ, നീചമായ പ്രവർത്തികളിലേക്കും വാക്കുകളിലേക്കും നിങ്ങൾ അടുത്തു പോകരുത്. കസിന വ്യഭിചാരം പോലെയുള്ള, വഖദ്ഫിൽ മുഹ്സനാത്തി സദ്വൃത്തകളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയൽ പോലുള്ള മോശമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. സവാഅൻ മാ യുഫ്അലു മിൻഹ അലനൻ ഔ സിറൻ അത് പരസ്യമായിട്ടാണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യരുത്. വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു അള്ളാഹു ഹറാമാക്കിയ ഒരു ശരീരത്തെ നിങ്ങൾ കൊല്ലരുത്, ഇല്ലാ ബിൽ ഹഖി ന്യായമായിട്ടല്ലാതെ. ന്യായമായിട്ട് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വലാ തഖ്റബു മാലൽ യതീമി യതീമിന്റെ ധനത്തോട് നിങ്ങൾ അടുത്തു പോകരുത്. ഇദാ വുല്ലീത്തും അംറഹു നിങ്ങൾ അവന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ടാൽ. യതീമിന്റെ ധനം എടുക്കാൻ സാധ്യതയുള്ളവരാരാണ്? യതീമിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളാണ്. മറ്റുള്ളവർക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, നിങ്ങൾ അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ അധികാരപ്പെടുത്തപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ അവന്റെ ധനം സ്വന്തം ആവശ്യത്തിന് എടുക്കരുത്. ഔ ആമൽ തുംബിഹി അല്ലെങ്കിൽ നിങ്ങൾ അവനുമായിട്ട് സഹവസിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, വലോ ബി വാസിത്വത്തി വലിയഹി അല്ലെങ്കിൽ അവന്റെ വലിയ മുഖാന്തരമായിട്ടും. അതായത് നിങ്ങൾ അവന്റെ വലിയല്ല, അവന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത ആളല്ല, അവന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് യതീമിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത ആളുമായിട്ട് അടുപ്പമുള്ള ആളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് അടുപ്പമുള്ള അവന്റെ വലിയ മുഖാന്തരം അവന്റെ പണം നിങ്ങൾ കൈക്കലാക്കാൻ പാടില്ല. ഔ വസിയത്തിൻ വലിയ വസിയത്ത് ഒരർത്ഥം തന്നെ. ഇല്ലാ ബിത്വരീഖത്തില്ലത്തി ഹി അഹ്സനു അവന്റെ ധനത്തോട് നിങ്ങൾ അടുക്കേണ്ടത് എങ്ങനെയാണ്? ഏറ്റവും നല്ല രൂപത്തിലാണ്. അതായത് അവന് വേണ്ടി വേണം ചെലവഴിക്കാൻ അവന്റെ ധനം. ബിഹിഫ്ലി മാലിഹി അവന്റെ പണം സംരക്ഷിച്ചുകൊണ്ട് വേണം കൈകാര്യം ചെയ്യാൻ. വതസ്മീരിഹി അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് വേണം കൈകാര്യം ചെയ്യാൻ. വതർജീഹി മസ്ലഹത്തിഹി അവന്റെ നന്മയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. വൽ ഇൻഫാഖ് മിൻഹു അതിൽ നിന്ന് ചെലവഴിക്കൽ. അലാമാ യുസ്ലഹു മആശഹു വമആദഹു അവന്റെ ജീവിതത്തിനും അവന്റെ ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കണം. ആരുടെ? യതീമിന്റെ. അല്ലാതെ സ്വന്തം ആവശ്യപ്രകാരം സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല. വഅത്തിമുൽ കൈല നിങ്ങൾ അളവുകൾ കൃത്യമാക്കി പൂർണ്ണമാക്കി നൽകുക. ഇദാ കിൽത്തും ലിന്നാസ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അളന്നു കൊടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ജനങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ അളവ് കൃത്യമാക്കി വിൽക്കുക. ഔ കിൽത്തും ലി അൻഫുസിക്കും അല്ലെങ്കിൽ നിങ്ങൾ അളന്നെടുക്കുകയാണെങ്കിൽ, മറ്റൊരാളുടെ സാധനങ്ങൾ നിങ്ങൾ അളന്ന് വാങ്ങുകയാണെങ്കിൽ, നിങ്ങളാണ് അളക്കുന്നത് എങ്കിൽ അതും എന്ത് ചെയ്യണം? കൃത്യമാക്കി അളക്കണം. വഔഫു അൽ മീസാൻ അതേപോലെ തൂക്കവും നിങ്ങൾ പൂർത്തിയാക്കി നൽകണം, പൂർണ്ണമായി തൂക്കണം. ഇദാ വസിൻതും ലി അൻഫുസിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തൂക്കിയെടുക്കുകയാണെങ്കിൽ, ഫീമാ തബ്തഊന നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളിൽ, ഔ ലി ഗൈരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ, ഫീമാ തബിഊന നിങ്ങൾ വിൽക്കുന്നതിൽ. അപ്പൊ നിങ്ങൾ വിൽക്കുകയാണ് ഒരു സാധനം, തൂക്കി വിൽക്കുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പൂർണ്ണമായി തൂക്കി നൽകണം. ഇനി മറ്റുള്ളവരോട് നിങ്ങൾ തൂക്കി വാങ്ങുകയാണെങ്കിൽ ആവശ്യമുള്ളത് മാത്രം തൂക്കിയെടുക്കുക, അനാവശ്യമായി തൂക്കത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ഫല്യക്കുൻ വാഫിയൻ താമൻ ബിൽ അദ്ലി നിങ്ങൾ പൂർണ്ണമായും നീതിയോടെ പ്രവർത്തിക്കുന്നവരാവുക. വത്തക്ലീഫു ഏൽപ്പിക്കൽ ഇന്നമാ യകൂന ഹസബ വുസ്ഇൽ മുകല്ലഫി ഏൽപ്പിക്കപ്പെടുന്ന ആളുടെ കഴിവിനനുസരിച്ചാണ് അള്ളാഹു ഏൽപ്പിക്കുന്നത്. ബിലാ ഹറജിൻ വലാ മശക്കത്തിന് ഒരു പ്രയാസവുമില്ലാതെ, ഏൽപ്പിക്കപ്പെടുന്നവർക്ക് പ്രയാസമൊന്നുമില്ലാതെയാണ്. ഹാഫിളു അലൽ അദ്ലി നിങ്ങൾ നീതി സംരക്ഷിക്കുക. ഫിൽ ഖൗലി നീതിപൂർവമായിരിക്കുക, നീതി പാലിക്കുക. ഫിൽ ഖൗലി സംസാരത്തിൽ, ഏത് സംസാരത്തിൽ? ഇന്ദ ഷഹാദത്തി സാക്ഷ്യം പറയുമ്പോഴും, വൽ ഹുക്മി വിധി പറയുമ്പോഴും, അല അഹദിൻ ആർക്കെങ്കിലും നിങ്ങൾ സാക്ഷ്യം പറയുകയോ ആരുടെയെങ്കിലും കാര്യത്തിൽ സാക്ഷ്യം പറയുകയോ വിധി പറയുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? നീതിയോടെ പറയണം. വലൗകാന ബൈനക്കും അയ്യോ കറാബത്തിൻ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ സാക്ഷി പറയുന്നത് അല്ലെങ്കിൽ വിധി പറയുന്നത് അയാൾക്കുമിടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പോലും ആ ബന്ധം നിങ്ങളുടെ വിധി പറയുന്നതിൽ മറ്റേയാൾക്ക് എതിരാകാൻ പാടില്ല. നിങ്ങൾ നീതിയോടെ പറയണം.
ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ നേരായ മാർഗം. ലാ ഇവജ ഫീഹി, അതിൽ വക്രതയില്ല, വളവില്ല. ഫഅലൈക്കും അൻ തത്തബിഉഹു, അതുകൊണ്ട് നിങ്ങളത് പിൻപറ്റൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഇൻ കുൻതും തുസിറൂനൽ ഇസ്തിഖാമത അലൽ ഇവാജി, നിങ്ങൾ വക്രതയില്ലാതെ സന്മാർഗത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, വതുറജ്ജിഹൂനൽ ഹുദാ അലൽ ളലാൽ, വഴികേടിനേക്കാൾ സന്മാർഗത്തിന് നിങ്ങൾ മുൻതൂക്കം നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തത്തബിഉ, നിങ്ങൾ ഈ അള്ളാഹു കാണിച്ചു തന്ന ഈ സിറാത്ത് മുസ്തഖീം, ഈ നേരായ മാർഗം നിങ്ങൾ പിൻപറ്റുക എന്നാണ് അള്ളാഹു പറയുന്നത്. നുലാഹിദു തസ്രീഹാത്തി താലിയ, താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നിരീക്ഷിക്കാം. വനഖ്താറുമായി യുനാസിബുഹ മിനൽ ആയാത്തി, എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റുകളുമായി യോജിക്കുന്ന ഭാഗം ആയത്തുകളിൽ നിന്നും കണ്ടെത്താം. ഒന്നാമത്തത്, അന്നഹിയു അൻ ഖത്ലിൽ ഔലാദി മഹാഫത്തൽ ഫക്രി, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കുട്ടികളെ കൊല്ലുന്നത് വിരോധിച്ച ആയത്തിൻ്റെ ഭാഗം. അതേതാണ്? വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ എന്നതാണ്. അത്തജന്നബു അനിൽ ഫവാഹിഷി സിറം വാലാനിയത്തിൻ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും മ്ലേച്ഛവൃത്തികളിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് പറയുന്ന ആയത്ത്. വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്തൻ, അത്. അടുത്ത തഹരീമുൽ ഇസാഅത്തി ഇലൽ വാലിദൈനി, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത് ഹറാമാക്കിയ ഭാഗം. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നതാണ്. അതായത് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോശമായതൊന്നും ചെയ്യരുത്. അന്നഹിയു അൻ ഖൗലി സൂരി വ ഷഹാദത്തിഹി, ഖൗലി സൂർ, കള്ളസാക്ഷ്യം പറയുന്നത് വിരോധിച്ചു കൊണ്ടുള്ള ആയത്ത്. വൈദാ ഖുൽതും ഫഅദിലു വലൗ കാനദാ ഖുർബ. അടുത്തത്, അൽ അദ്ലു ഫിൽ കൈലി വൽ മീസാനി, അളവിലും തൂക്കത്തിലും നീതി ഉണ്ടായിരിക്കണമെന്നത്. വ ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്തി, അത്. ഇനി നഖ്റഉൽ ആയാത്തുൽ കരീമത്ത് താലിയ, താഴെയുള്ള ആയത്തുകൾ വായിക്കാം. വനുമയ്യിസു മിൻഹ അൽ അവാമിറ വൽ നവാഹിയ അശ്ശറയ്യ, എന്നിട്ട് അതിൽ നിന്നും ശർഈയായിട്ടുള്ള കൽപ്പനകളും വിരോധങ്ങളും വേർതിരിക്കാം. വ ആത്തിദൽ ഖുർബ ഹക്കഹു, അടുത്ത ബന്ധുവിന് അവൻ്റെ അവകാശം നൽകുക. വൽ മിസ്കീന, മിസ്കീനിനും. വബ്ന സബീൽ, വഴിയാത്രക്കാരനും. വലാ തുബദിർ തബ്ദീറ, ദുർവ്യയം ചെയ്യരുത്. ഇതിൽ കൽപ്പനയുള്ളത് അടുത്ത കുടുംബക്കാരനും പാവപ്പെട്ടവനും വഴിയാത്രക്കാരനും നൽകുക എന്ന് പറയുന്നതൊരു അമ്രാണ്, ഒരു കൽപ്പനയാണ്. അമ്രിൻ്റെ ജമാണ് അവാമിർ, കൽപ്പനകൾ. നഹിയുൻ, വിരോധം, അതിൻ്റെ ജമാണ് നവാഹി. അപ്പം അതാണ് അതിലുള്ള അമ്ർ. വലാ തുബദിർ തബ്ദീറ എന്നത് നഹിയാണ്, അമിത വ്യയം, ദുർവ്യയം പാടില്ല, ചെയ്യരുത് എന്ന് പറയുന്നത്. അടുത്ത ആയത്തിൽ വലാ തഖ്റബു മാലൽ യതീമി, യതീമിൻ്റെ പണത്തോട് അടുത്തു പോകരുത്. ഇല്ലാ ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ. ഹത്താ യബ്ലു അശുദ്ധഹു, അവൻ്റെ പ്രായപൂർത്തി എത്തുന്നത് വരെ. വ ഔഫു ബിൽ അഹദി, നിങ്ങൾ കരാർ നിറവേറ്റുക. ഇന്നൽ അഹദ കാന മസ്ഊല, തീർച്ചയായും കരാർ ഉത്തരവാദിത്തമാണ്. അതിലുള്ള നഹിയാണ് ആദ്യം പറഞ്ഞത്. വലാ തഖ്റബു മാലൽ യതീമി, യതീമിൻ്റെ ധനത്തോട് അടുത്തു പോകരുത് എന്ന് വിരോധിക്കുന്നതാണ്. പിന്നെ ഔഫു ബിൽ അഹദി, ഔഫു ബിൽ അഹദി, നിങ്ങൾ കരാർ നിറവേറ്റുക, കരാർ പാലിക്കുക എന്നത് അതൊരു അമ്രാണ്, ഒരു കൽപ്പനയാണ്. ഓക്കെ, ഇനി നഖ്റഉൽ ഹദീസ് ഷരീഫ് താലിയ, താഴെയുള്ള ഹദീസ് വായിക്കാം. നക്തശിഫു മിൻഹു അൽ ജറായിം അൽ ഇജ്തിമാഇയ, എന്നിട്ട് അതിൽ നിന്നും സാമൂഹ്യ തിന്മ കണ്ടെത്താം. ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, 7 വൻ പാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾ അകറ്റി നിർത്തുക. ഇതാണ് ഹദീസ്. ഖാലു, അവർ ചോദിച്ചു പ്രവാചകനോട്, പ്രവാചകൻ പറഞ്ഞതാണ് നിങ്ങൾ 7 വൻ പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്ന്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വമാ ഹുന്ന യാ റസൂലല്ലാ, അവ ഏതൊക്കെയാണ് റസൂലെ? ഫഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹി, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ഒന്നാമത്തെ വൻ പാപം, അത് ചെയ്യരുത്. വസിഹിർ, രണ്ടാമത്തത് സിഹിറാണ്, മാരണം ചെയ്യൽ. മൂന്നാമത്തത് വഖത്തുലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി, അള്ളാഹു ഹറാമാക്കിയ ഒരു ദേഹത്തെ ന്യായമായിട്ടല്ലാതെ വധിക്കൽ. അടുത്തത് അക്ലു രിബ, പലിശ തിന്നൽ. അക്ലു മാലിൽ യത്തീം, യത്തീമിൻ്റെ ധനം
ഭക്ഷിക്കൽ. വത്തവല്ലി യോമ സഹഫി, യുദ്ധത്തിൻ്റെ ദിവസം പിന്തിരിഞ്ഞോടൽ. വഖദ്ഫുൽ മുഹസനാത്തി അൽ ഗാഫിലാത്തി അൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി, വിശ്വാസിനികളായ സദ്വൃത്തകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കൽ. ഈ കാര്യങ്ങളിൽ സാമൂഹ്യ വിപത്ത് ഏതൊക്കെയാണ്? ശിർക്ക് ഒരു വ്യക്തിയെ ബാധിക്കുന്നതാണ്. സിഹർ വേണമെങ്കിൽ സാമൂഹ്യ വിപത്ത് എന്ന് പറയാം. പിന്നെ ഖത്ലുൻ നഫ്സ്, ആളെ കൊല്ലൽ, അതും ഒരു സാമൂഹ്യ വിപത്താണ്. അക്ലു റിബ, പലിശ വാങ്ങൽ, പലിശ തിന്നൽ, അത് ആ വാങ്ങുന്ന ആളും അയാളുടെ കുടുംബവും മാത്രം അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. മാലുൽ യത്തീം, യത്തീമിൻ്റെ ധനം തിന്നലും ഒരു സാമൂഹ്യമായ പ്രശ്നം തന്നെയാണ്. അത്തവല്ലി യോമ സഹഫ്, യുദ്ധ ദിവസം പിന്തിരിഞ്ഞോടലും സാമൂഹ്യ വിപത്താണ്. പിന്നെ സുഹൃത്തുക്കളെ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയലും ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. വനുനാക്കിഷുൽ മൗദൂആത്തില്ലാത്തി, താഴെയുള്ള വിഷയങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. വന്നുനു മക്കാലൻ വജീദത്തൻ അൻഹ ഫരീഖിയൻ, ഓരോ ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് എസ്സേകൾ തയ്യാറാക്കണം. ഹുഖൂഖുൽ ഔലാദ്, കുട്ടികളുടെ അവകാശങ്ങൾ. ഖത്ലുൻ നഫ്സ്, ആളെ കൊല്ലൽ. കഫാലത്തുൽ യത്തീം, യത്തീമിനെ ഏറ്റെടുക്കൽ. തസറുഫുൽ അംവാൽ, ധനവിനിയോഗം, ഇതിനെക്കുറിച്ചൊക്കെ. നസൂർ മറാക്കിസ് അൽ ഖിദ്മാത്തിൽ ഇജ്തിമായ, സാമൂഹ്യ സേവന സെൻ്ററുകൾ നമുക്ക് സന്ദർശിക്കാം. മിസ്ര ദാരുൽ ഐതാമി വ മസ്കനിൽ മുസിന്നീന, അതേപോലെ ദാറുൽ ഐതാം മീൻസ് യത്തീംഖാനകൾ പോലെ, വ മസ്കനിൽ മുസിന്നീന വൃദ്ധസദനങ്ങൾ പോലെ, വ വഹദത്ത് റിആയത്തിൽ തൊംഅന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പോലെയുള്ള സാമൂഹ്യ സേവന സ്ഥാപനങ്ങൾ സന്ദർശിക്കാം. നുഇദ്ദു തഖ്രീറൻ അൻ ഖിദ്മാത്തിഹ, അവയുടെ സേവനങ്ങളെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കാം. നഖറുൽ ഫിക്രത്ത വനുലാഹിദുൽ കലിമത്തൽ മുലവന, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് നിറം നൽകിയ വാക്ക് നോക്കാം. ഹിയൽ ഹാലു, ആ വാക്കാണ് ഹാല് എന്ന് അറിയപ്പെടുന്നത്. വനക്തഷ്ഫു മിനൽ ഫിക്രത്തി അൽ കലിമത്തിലെത്തി തദുല്ലു അലൽ ഹാലി, ആ പാരഗ്രാഫിൽ നിന്നും ഹാലായിട്ടുള്ള മറ്റു വാക്കുകൾ കൂടെ കണ്ടെത്താം. യോമൻ, ഒരു ദിവസം. ഖറജ മുഹമ്മദിന് ഇലൽ മദ്രസത്തി ബാക്കിറൻ, മുഹമ്മദ് സ്കൂളിലേക്ക് നേരത്തെ സ്കൂളിലേക്ക് പോയി. ബാക്കിറൻ, നേരത്തെ. ഒരു പ്രവൃത്തി ചെയ്യുന്നത് എങ്ങനെയാണോ അതിനാണ് ഹാല് എന്ന് പറയുന്നത്. ആ ഹാല് ഇറാബ്, ആ ഹാലിൻ്റെ ഇറാബ് നസ്ബായിരിക്കും. ഇറാബ് നസ്ബാൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ ഇടണം. അപ്പോൾ ബാക്കിറൻ, നേരത്തെ. എങ്ങനെയാണ് പോയത്? നേരത്തെ. അതേപോലെ ദഹബ ഇല മൗഖിഫിൽ ഹാഫിലെത്തി മാഷിയൻ, ദഹബ അവൻ പോയി, ഇല മൗഖിഫിൽ ഹാഫില ബസ് സ്റ്റോപ്പിലേക്ക്, മാഷിയൻ നടന്നുകൊണ്ട് പോയി. അപ്പോൾ നടന്നുകൊണ്ട് എന്നുള്ളത് ഹാലാണ്, മാഷിയൻ. വഖഫ ഹുനാക്ക ഹംസ ദഖായിക, 5 മിനിറ്റ് അവിടെ നിന്നു. മുൻതളിറൻ, കാത്തിരുന്നു കൊണ്ട്. മുൻതളിറൻ, വെയിറ്റ് ചെയ്തുകൊണ്ട്, അതും ഹാലാണ്. ലിൽ ഹാഫിലത്തിൽ ഖാദിമ, അടുത്ത ബസ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നു. ജാഅത്തിൽ ഹാഫിലത്ത് മുസ്രിയത്തൻ, ബസ് സ്പീഡിൽ വന്നു. മുസ്രിയത്തൻ, ബസ് എങ്ങനെയാണ് വന്നത്? മുസ്രിയത്തൻ, വേഗത്തിലായിക്കൊണ്ട്, അതും ഹാലാണ്. റക്കിബ മുഹമ്മദൻ അൽ ഹാഫിലത്തെ ഫരിഹൻ, മുഹമ്മദ് സന്തോഷത്തോടെ ബസ്സിൽ കയറി. ഫരിഹൻ, അതും ഹാലാണ്. ഇവിടെ ഹാഫിലത്ത് വന്നു. എങ്ങനെ വന്നു? ഹാഫിലത്ത് മുസ്രിയത്തൻ, സ്പീഡിൽ. അവിടെ ഹാഫിലത്ത് മുഅന്നസ് ആയതുകൊണ്ടാണ് മുസ്രിയത്തൻ എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മുദക്കറാണ്. സാഹിബുൽ ഹാല്, അതായത് ആരുടെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതാണ് സാഹിബുൽ ഹാല്. ആ സാഹിബുൽ ഹാല് മുദക്കറാണെങ്കിൽ ഹാലും മുദക്കറായിരിക്കണം. സാഹിബുൽ ഹാല് മുഅന്നസ് ആണെങ്കിൽ ഹാലും മുഅന്നസായിരിക്കണം. ഇവിടെ റക്കിബ മുഹമ്മദുൻ അൽ ഹാഫിലത്ത ഫരിഹൻ, മുഹമ്മദ് സന്തോഷത്തോടെ ബസ്സിൽ കയറി എന്ന് പറയുമ്പോൾ മുഹമ്മദാണ് സാഹിബുൽ ഹാല്. മുഹമ്മദിൻ്റെ അവസ്ഥയാണല്ലോ ഇവിടെ പറയുന്നത്, ബസ് കയറുമ്പോഴുള്ള സന്തോഷത്തോടെ. അപ്പോൾ മുഹമ്മദ് മുദക്കറായതുകൊണ്ട് ഫരിഹൻ, സന്തോഷത്തോടെ. മുഹമ്മദിൻ്റെ പകരം അവിടെ ഫാത്തിമ എന്നാണെങ്കിൽ ഫരിഹത്തൻ എന്ന് വെക്കണം. ഇനി വസലത്തുൽ ഹാഫിലത്തു, ബസ് എത്തി. അമാമൽ മദ്രസത്തി, സ്കൂളിന് മുമ്പിൽ. ഫനസല മിനൽ ഹാഫിലത്തി മുസ്രിയാൻ, അവൻ പെട്ടെന്ന് വേഗം ബസ്സിൽ നിന്നും ഇറങ്ങി. നസല മുസ്രിയാൻ, നേരത്തെ ഹാഫിലത്ത് മുസ്രിയത്തൻ എന്ന് പറഞ്ഞല്ലേ, ഹാഫിലത്ത് മുഅന്നസ് ആയതുകൊണ്ട്.
ഇവിടെ ആരാണ് ഇറങ്ങിയത്? മുഹമ്മദാണ്. മുഹമ്മദ് മുദക്കറായതുകൊണ്ട് മുസ്രിയാൻ, വേഗത്തിൽ. ഓക്കെ.